പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. എല്ലാവരും വഴി മറികൾ പുറത്തേക്ക് എടുക്കുകയാണ്. വഴി നിൽക്കല്ലേ? നമ്മൾ അടുത്തതായി ഇതിനെ കെട്ടി ചാക്ക് കെട്ടി നമ്മൾ കാട്ടിലേക്ക് പോയി ഇതിനെ തുറന്നിടാനുള്ള സംരംഭം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കും. എന്തായാലും നമ്മളെ അതിഥിയെ പിടികൂടി അടുത്ത രണ്ടാമത്തെ ഘട്ടം അദ്ദേഹത്തിനെ തുറന്നു വിടുക എന്നുള്ളതാണ്. തുറന്നു വിടുക എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമുക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ മഴക്കാലമായിട്ട് ആറ് കടന്നു പോവുക അല്പം കഷ്ടമാണ്. എന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്ററെങ്കിലും നടന്ന് വേണം നമുക്ക് ഈ അതിഥിയെ തുറന്നു വിടാൻ. എന്തായാലും നമ്മുടെ ഈ അതിഥിയെ പിടികൂടി രണ്ടാമത്തെ ഘട്ടം അതിദുർഘടമായ ഒരു നമുക്ക് കാണാം. നമ്മുടെ ഈ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഒഴുക്കുണ്ടെങ്കിലും പാറയിലൊക്കെ നല്ല വഴുക്കലാണ്. ക്യാമറയും നമുക്ക് ടീമൊക്കെ ഈ സാധനമായിട്ട് നമുക്ക് ഇതുവഴി കടന്നു പോകേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. എന്തായാലും നമ്മൾ ഈ വഴി നടന്ന് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമ്മൾ ആറ്റിനിക്കരെ കടന്നു. കാരണം നമ്മുടെ പ്രേക്ഷകർ തിരിച്ചറിയണം. കാരണം ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർമാരായിരുന്നാൽ പോലും ഒരു പാമ്പിനെയോ ഒരു വന്യജീവികളെ പിടികൂടി കഴിഞ്ഞാൽ ജനവാസ മേഖലയിൽ വിടാൻ ഒരിക്കലും ആരും താല്പര്യപ്പെടില്ല. നമ്മോടൊപ്പം സഹകരിച്ച് എത്രത്തോളം ഉള്ളിലേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം ഉള്ളിലേക്ക് പോയാണ് നമ്മൾ ഇതിനെയൊക്കെ റിലീസ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് പിടികൂടി 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് രാജവെമ്പാലയെ തുറന്നു വിടാനായിട്ട് പോവുകയാണ്. ഇനി ഒരു 5 കിലോമീറ്ററെങ്കിലും നടന്നു വേണം. ഇവിടെ എങ്ങും വണ്ടി പോകത്തില്ല, നടന്നു വേണം പോകാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസവും ശുഭദിനം, നല്ല ദിനമായി മാറി. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ അതിഥിയെ നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇതിനടുത്തൊരു രാജവെമ്പാലയെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് നമ്മൾ ടീമായിട്ട് ഇവിടെ വരികയും വെറുതെ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ വിഷമിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. വിളിച്ച ആളുമില്ല, കേട്ട ആളുമില്ല, കണ്ട ആളുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയി. എന്നാലും ഇന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം ബാത്റൂമിനകത്ത് കടന്നിരിക്കുകയും അദ്ദേഹത്തിന് വന്നൊണ്ണെ എടുക്കാനും കഴിഞ്ഞു. നമ്മൾ ആ കുഞ്ഞൻ അതിഥിയെ തുറന്നു വിടാൻ ഇനി ഒരു 3-4 കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് മരങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്തായാലും നമ്മൾ രണ്ടാമത്തെ ഘട്ടം അതിഥിയെ തുറന്നു വിടാനുള്ള ആ യാത്രയ്ക്ക് മധ്യത്തിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം കഴിഞ്ഞു. ഇനിയും ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് പോയാലേ നല്ല സ്ഥലമുള്ളതെന്നാണ് ഇവരെ വിടാൻ പറ്റിയ സ്ഥലമുള്ളൂ എന്നാണ് ഓഫീസർമാർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ പോകുന്ന ആ വഴിമധ്യത്തിൽ കൃത്യമായിട്ട് ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടെയൊക്കെ ഒത്തിരി ആനയുള്ള മേഖലയാണ്. ആന, കാട്ടുപോത്ത്, പുലി, അതുപോലെ കേഴയും മറ്റൊന്നും പകൽ സഞ്ചരിക്കും. കേഴയും മ്ലാവൊന്നും പകൽ സഞ്ചരിക്കുന്നില്ല. പന്നി ചിലപ്പോൾ പകൽ സഞ്ചരിക്കും. കാരണം ഒഴിഞ്ഞ് അനക്കമില്ലാതിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അവിടെ പകൽ പന്നി കാണാം. പക്ഷേ പന്നി വലിയ അപകടകാരിയല്ല.
എന്നാൽ അതിന് ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്നത്, ആനയേക്കാളും അപകടകാരി എന്നറിയപ്പെടുന്ന കാട്ടുപോത്താണ്. ഒറ്റയാനെന്ന് പറയുന്ന കാട്ടുപോത്തായിരിക്കും എവിടെയെങ്കിലും പതുങ്ങി നിൽക്കും, പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ നമ്മുടെ നേരെ വരികയും നമുക്ക് പെട്ടെന്ന് മാറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കാട്ടുപോത്ത്. ആന നിൽക്കുമ്പോൾ നമുക്കറിയാം തുമ്പി അടിച്ച് നിൽക്കുകയോ ചുള്ളി ഓടിക്കുകയോ അല്ലെങ്കിൽ സ്മെല്ലെങ്കിലും നമുക്കുണ്ടാകും. കാട്ടുപോത്ത് അങ്ങനെയല്ല, മിണ്ടാതെ നിന്നിട്ട് പെട്ടെന്നായിരിക്കും കുതിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും വളരെ ശ്രദ്ധാപൂർവ്വം വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി വാചാലം അല്ലെങ്കിൽ സംസാരം കുറച്ച് മുന്നിലേക്ക് ശ്രദ്ധിച്ച് നമുക്ക് മുന്നിലേക്ക് പോകാം. നമ്മളെന്തായാലും നമ്മുടെ ലക്ഷ്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാരണം നമ്മൾ ഇനി ഉള്ളിലേക്ക് പോകാൻ വെച്ചാൽ അടുത്ത് നമ്മളൊരു 1 കിലോമീറ്റർ 1 കിലോമീറ്റർ താണ്ടിക്കഴിഞ്ഞാൽ റോസ്മല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലം അടുത്തായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ വെച്ചാൽ ഇനിയിപ്പോൾ തന്നെ മണി 4-5 ആയി കഴിഞ്ഞു. നമ്മൾ 12 മണിക്ക് വിളിച്ചപ്പോൾ മണി 4-5 ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ സാറന്മാരും പറയുന്നത് ഇവിടെ നല്ല അന്തരീക്ഷമാണ്. വെള്ളം താഴെത്തട്ടിൽ വെള്ളമുണ്ട്, മേൽത്തട്ടിൽ പാറയും, അവിടെയും വെള്ളത്തിൻ്റെ അംശം കാണുന്നുണ്ട്. നല്ല അടിക്കാടുണ്ട്. അടിക്കാട് മാത്രമല്ല, നല്ല പാറകളാണ്. അപ്പോൾ ഈ പാറയ്ക്കകത്തൊക്കെ ഇദ്ദേഹത്തിന് കയറിയിരിക്കാം. ഒരുപാട് മറ്റ് പാമ്പുകളുടെ സാന്നിധ്യം, ചേരയുടെയും മുറുക്കൻ്റെയൊക്കെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ഈ അതിഥിയെ നമ്മൾ ഇവിടെ തുറന്നു വിടുകയാണ്. തുറന്നു വിടുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇദ്ദേഹത്തെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താൻ കാരണം മറ്റൊന്നല്ല, അദ്ദേഹത്തിന് പിടികൂടിയ ശേഷം ഈ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു അപകടമില്ല, അദ്ദേഹത്തിന് ക്ഷീണമില്ല, അദ്ദേഹം നല്ല ഉഷാറാണ് എന്ന് നിങ്ങളെയും ബോധ്യപ്പെടുത്തണം, നമ്മൾ ഓഫീസർമാരെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇദ്ദേഹത്തിനെ തുടരാൻ കഴിയൂ. എന്തായാലും നമുക്ക് ഈ അതിഥിയെ ചാക്കിന് പുറത്ത് നമുക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. എന്തായാലും നമ്മുടെ കുഞ്ഞൻ അതിഥിയെ നമ്മൾ വിടാൻ പോവുകയാണ്. അദ്ദേഹം നല്ല അഗ്രസീവാണ്, നല്ല ഉഷാറാണ്. അദ്ദേഹത്തിന് എനിക്ക് പണി തരണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, വേറെ ഒരു ചിന്ത അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് എന്തിനാടാ മര്യാദയ്ക്കിടന്ന് എന്നെ നീ പിടിച്ചത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അതാണ് അദ്ദേഹം ഇത്ര അഗ്രസീവായിട്ട് അങ്ങനെ നിൽക്കുന്നത്. നമുക്ക് കാണാം അദ്ദേഹം നല്ല അഗ്രസീവാണ്. കാരണം അത് കുഞ്ഞു പാമ്പുകൾക്ക്, കുഞ്ഞു രാജവെമ്പുകൾ എപ്പോഴും അഗ്രസീവായിരിക്കും. കാരണം അവർക്ക് എല്ലാത്തിനെയും ഭയമാണ്. മറ്റ് വലിയ രാജവെമ്പലൊക്കെ ആകുമ്പോൾ അത് കാട്ടിൽ ഒരുപാട് ജീവിച്ച് അവിടുത്തെ മൂവ്മെൻറ്റ്സ് എല്ലാം അവർക്കറിയാം. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ എന്തിനെ കണ്ടാലും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക എന്നുള്ള പ്രത്യേകത ഇവർക്കുള്ളതാണ്. നമുക്കാണ് ഇതേ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കിയുള്ളൂ, ഇപ്പോൾ തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരും. കണ്ടോളൂ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് വരിക, കടിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും നമ്മൾ ആ അതിഥിയെ പിടികൂടിയതാണ്. പക്ഷെ അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അപ്പോൾ അതിനെ അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. നമ്മുടെ പ്രേക്ഷകർ അല്പം കൂടി അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടട്ടെ, ഒന്ന് കാണട്ടെ. നോക്കുക.